ദിവസം ക്യാമ്പ് തന്നെ നിന്നത്. ക്യാമ്പിൽ നിന്നപ്പോ അവര് പറഞ്ഞത് നിങ്ങൾ തന്നെ വീട് കണ്ടെത്തണം, എന്നിട്ട് നിങ്ങൾ തന്നെ ഇവിടുന്ന് മാറണം എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്റെ പുറകിൽ നടന്ന് അന്വേഷിക്കാനൊന്നും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ക്യാമ്പിലുള്ളത്. സ്കൂളായതുകൊണ്ടാണ് ക്ലാസ് തുടങ്ങണം എന്നാണ് പറയുന്നത്. എന്തായാലും ഞായറാഴ്ചക്കുള്ളിലും ഇവിടുന്ന് മാറിയിരിക്കണം എന്നാണ് അവിടെ മാഡം പറയുന്നത്. നമുക്ക് ഈ വീടില്ലാത്തവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കടകളും സ്ഥാപനങ്ങളും ഇവിടെ തുറന്നിട്ടുണ്ട്. നമ്മൾ പോയി അന്വേഷിക്കുമ്പോ ഇല്ല, തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നമുക്ക് തരേണ്ട ഒരു അവസ്ഥയാണ്. അവരെ കൈയും കാലും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഈ വീടുള്ളവരും സുരക്ഷിതമായി ജീവിക്കുന്നവരുമാണ് ഇതൊക്കെ വന്ന് വാങ്ങിപ്പോകുന്നത്. ഈ പാവപ്പെട്ട ആളുകൾക്കും വീടില്ലാത്തവർക്കും ഒന്നുമില്ല. ഒരു അധികാരികളും കണ്ണു തുറക്കാത്ത പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഈ വീട് പോയവരുടെ വിഷമം വീടുള്ളവർക്ക് അറിയില്ല. ഒരിക്കലും അവർ പറഞ്ഞറിയിക്കാൻ പറ്റൂല. വയനാട്ടിൽ ഇന്നും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേണ്ട രീതിയിൽ സഹായം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് സഹായം കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ഈ ഒരു ചേച്ചിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു. അവർ മാത്രമല്ല, അവരെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പിന്നാലെ ആർക്കും പോകണ്ട, അവർക്കൊന്നും സഹായവും ആർക്കും കൊടുക്കണ്ട. ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തിട്ടുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും എല്ലാ മന്ത്രിമാരും എല്ലാ പ്രമുഖന്മാരും അതിൻ്റെ പിന്നാലെയാണ്. ഈ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു കാര്യം ഇത് ഇന്നലെയല്ലല്ലോ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ചൊരു റിപ്പോർട്ട്. നിങ്ങൾക്ക് ഇരകൾക്ക് നീതി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നടപടി പണ്ടേ എടുക്കാമായിരുന്നു. അല്ലാതെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ആരെ കാണിക്കാൻ വേണ്ടി, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതും പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ഒരിക്കലും ഇതിനൊരു തീരുമാനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പ്രമുഖന്മാരുടെയോ ഉന്നതന്മാരുടെയോ ഒന്നും പേരുകളൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്കറിയാം ഒരു ചുക്കും സംഭവിക്കില്ല. ഇത് ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ചുമ്മാ റിപ്പോർട്ട് പുറത്തിടുന്നു. എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ കടന്ന് ഓടുന്നു. പിന്നെ മന്ത്രിമാരെല്ലാവരും വന്ന് പത്രസമ്മേളനം നടത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇരകൾക്ക് നീതി കൊടുക്കണമെങ്കിൽ നിയമപരമായി നടപടിയെടുക്കുകയാണ് വേണ്ടത്. രഹസ്യമായ ഒരു മൊഴി നൽകി ഇത്രയും നടിമാർ അനുഭവിച്ച കാര്യങ്ങൾ അവർ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് അത് കുറ്റവാളികളായ ആൾക്കാർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ പട്ടിക്ക് ഒരു എല്ലും കഷ്ണിട്ടിങ്ങനെ കൊടുക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ പട്ടികളെല്ലാം കൂടി അതിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങുന്ന പോലെ എല്ലാ മാധ്യമങ്ങളും കൂടി എല്ലാ മന്ത്രിമാരുടെയും പിന്നാലെ പോകുന്നു, അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ഇതാണ് ചർച്ചാ വിഷയം. ഈ ഒരു വിഷയത്തിൽ മുക്കിക്കളയുന്ന കാര്യങ്ങളുണ്ട്. വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം ചെയ്തിട്ടില്ല. ഇപ്പോഴും അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് മാറണം. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അവരോട് സ്കൂളിൽ നിന്ന് മാറി വാടക വീട് എടുക്കാൻ പറയുന്നു. വാടക വീട് കിട്ടിയിട്ടില്ല, അതിനുള്ള പണം. പിന്നെ അതിൽ ആ ഒരു വീട്ടിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിലൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇട്ട ഡ്രസ്സ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അവർക്ക് ഒന്നിൽ തുടങ്ങി എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ിലുള്ള ഒരു ചേച്ചിയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സഹായം ആ റിപ്പോർട്ടുകൾ നിങ്ങൾ പോയി പിടിക്കൂ. ആ റിപ്പോർട്ടുകൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ച് കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഈ റിപ്പോർട്ട് എത്തിക്കും. പിന്നെ ഇപ്പം എല്ലാ ചാനലുകൾ തുറന്നാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരാൾക്കെതിരെയും ഒരു നടപടിയും ആരും എടുക്കാൻ പോകുന്നില്ല. ഇത് മുല്ലപ്പെരിയാർ ഒരു വിഷയം സാധാരണ ജനങ്ങൾ ഉന്നയിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് ഭീഷണിയാണ് മുല്ലപ്പെരിയാറിനെതിരെ. ഏതെങ്കിലും ഈ പറഞ്ഞ ഇത്രയും മന്ത്രിമാർ സംസാരിച്ചു. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മന്ത്രിമാർ ഇതിന് അനുകൂലമായി, വെറുതെ സംസാരിക്കില്ല, അനുകൂലമായ രീതിയിൽ സംസാരിച്ചോ? ആരെങ്കിലും സംസാരിക്കില്ല. അതുപോലെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഇത്രയും നിങ്ങൾ വാർത്ത കൊടുത്തുള്ള ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ടേ നമ്മൾ ചാനൽ തുറന്ന് ഇതേ മാത്രം സംസാരമുള്ളൂ. അപ്പോൾ നിങ്ങൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇതുപോലെ സംസാരിച്ചു. ഞങ്ങളുടെ ഒന്നും ജീവന് യാതൊരു വിലയുമില്ലേ? ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഓടി നടന്ന് രാഷ്ട്രീയക്കാർക്ക് ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. പറയുന്നത് പിന്നെ സിനിമ മേഖലയിലെ ആൾക്കാർ നമ്മൾ അപമാനിക്കുകയല്ല. ഈ സിനിമ വേണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ ജീവനോടെ ഇരിക്കണം. കേരളം സുരക്ഷിതമായി കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാവണം. അതാദ്യം മനസ്സിലാക്കുക. ഈ സിനിമ മേഖലയിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് അറിയുമ്പോൾ അതിന് നടപടി എടുക്കാണ്ട് ചുമ്മാ റിപ്പോർട്ടുകളും പുറത്തോട്ട് അതും ഫുൾ റിപ്പോർട്ട് വിട്ടിട്ടില്ല. ആരുടെയും പേരുണ്ടോ? ഒരാളുടെ പേര് അതിലുണ്ടോ? ഒരാളുടെ പേരും വരാൻ പോകുന്നില്ല. ആരുടെയും ഒരാൾക്കെതിരെയും ഇതിലൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നാടകങ്ങൾ നിർത്തി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. പിന്നെ സർക്കാർ മന്ത്രിമാർ നിങ്ങൾക്ക് നടപടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾ നടപടി എടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഇത് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എന്താ എല്ലാവരും ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് അങ്ങനെ കുറേ നാളങ്ങ് പൊക്കോളും. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്താണ് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത? മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും സമരം ചെയ്യുന്നുണ്ട്. അതൊന്നും റിപ്പോർട്ട് ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഞങ്ങൾക്ക് അനുകൂലമായി തീരുമാനം എടുത്ത് തരാനോ ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നൊരു ആവശ്യം മുല്ലപ്പെരിയാറിലെ വെള്ളം പരമാവധി കുറയ്ക്കുക, പരമാവധി ടണൽ വഴി മാക്സിമം വെള്ളം തമിഴ്നാടിന് കൊടുക്കുക, ജലനിരപ്പ് കുറക്കുക. അതാണ് ഇപ്പം പെട്ടെന്ന് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം. അതിനെതിരെ നിങ്ങൾ സംസാരിക്കും, അതിനെതിരെ നിങ്ങൾ ഇറങ്ങുക.
എന്നൊരു അന്തസ്സുണ്ട്. കാരണം നിങ്ങളെയൊക്കെ ജയിപ്പിച്ച, നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ മാധ്യമങ്ങളായിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ ചാനൽ കാണുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രയത്നിക്കും, അതിനു വേണ്ടി ഒന്ന് ആരെങ്കിലും ഇറങ്ങും. അല്ലാതെ